ഹായ്, ഇസ് മീ പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ടേബിൾ യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പൻ ലൈഫ് ഫാസ്റ്റ് ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവായി. ബറോസ് ട്രെയിലർ. മറ്റൊരാളെ ഓർത്ത് തൂകുന്ന കണ്ണീരിലും വലുതായിട്ടൊരു നിധിയൊന്നും ഈ ലോകത്ത് ഇല്ല മോളെ എന്ന് ലാലേട്ടൻ പറയുന്ന ആ ഒരു ഡയലോഗ് ഈ ട്രെയിലർ കണ്ടപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ഈ ഡയലോഗാണ്. അപ്പോൾ മലയാളത്തിൻ്റെ ഒരേ ഒരു താരരാജാവ്, അല്ലെങ്കിൽ മലയാളത്തിൻ്റെ സ്വന്തം ലാലേട്ടൻ, അദ്ദേഹം ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന ചിത്രം ബറോസ്. അതിൻ്റെ ട്രെയിലർ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടു. ഞാൻ കാണുമ്പോൾ ഏകദേശം 3.5 മില്യൺ വ്യൂസും കടന്ന് ട്രെയിലർ മുന്നോട്ട് കുതിക്കുകയാണ്. ഡിസംബർ 25, അതായത് ക്രിസ്മസ് റിലീസായിട്ടാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന വന്ന ചിത്രമായതുകൊണ്ട് തന്നെ മലയാളികൾക്ക് അതൊരു ഒരു പ്രത്യേക, അല്ലെങ്കിൽ വേറെ ഒരു പ്രത്യേക ഒരു ഇതായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം അദ്ദേഹം എങ്ങനെ സംവിധാനം ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇത്രയും വർഷത്തെ ആ ഒരു എക്സ്പീരിയൻസ് അത് വെച്ചുകൊണ്ട് അദ്ദേഹം എങ്ങനെ ചിത്രം സംവിധാനം ചെയ്യുന്നു എന്ന് കാണാൻ ഓരോ മലയാളിക്കും ആഗ്രഹമുണ്ടായിരിക്കും. കാരണം ചെറുപ്പം തൊട്ട് നമ്മളെ ഇങ്ങനെ വിസ്മയിപ്പിക്കുന്ന നമ്മുടെ ആ ഒരു സൂപ്പർ സ്റ്റാർ കംപ്ലീറ്റ് ആക്ടറിൻ്റെ ആ ഒരു സംവിധാനം കാണുവാനായിട്ട് ഓരോ സിനിമാ പ്രേക്ഷകനും, മലയാള സിനിമാ പ്രേക്ഷകനും ആഗ്രഹം കാണുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ ഒരു ചിത്രത്തെക്കുറിച്ച് നോക്കുമ്പോൾ കുട്ടികൾക്ക് വേണ്ടി എടുത്തൊരു ചിത്രമാണെന്ന് അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. കാരണം ഇത് കാണുമ്പോൾ മൈഡിയർ കുട്ടിച്ചാത്തൻ, അല്ലെങ്കിൽ അലാവുദ്ദീനും അത്ഭുത വിളക്കും, ആ ജോണറിലുള്ളൊരു ഇതായിട്ടാണ് ട്രെയിലർ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായത്. ഇതൊരു നോവലിനെ ആസ്പദമാക്കിയുള്ളൊരു കഥയാണ്. ആ കഥയാണിത് സിനിമയാക്കിയിരിക്കുന്നത്. ജിജോ പൊന്നൂസിൻ്റെ ഒരു നോവലാണ്. ആ നോവലിൻ്റെ ആസ്പദമാക്കിയാണ് ഈ സിനിമ വന്നിരിക്കുന്നത്. ഗാർഡിയൻ ഓഫ് ട്രഷർ എന്ന, അല്ലെങ്കിൽ ഗാർഡിയൻ ഓഫ് ഗാമയുടെ നിധി എന്ന നോവലിൻ്റെ ഒരു സിനിമാവിഷ്കരണമാണ് ഈ ചിത്രം. ജിജോ പൊന്നൂസ് എഴുതിയ നോവൽ. അപ്പോൾ ആന്റണി പെരുമ്പാവൂരാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്ന. ആശീർവാദ് സിനിമാസിൻ്റെ ബാനറിൽ ലാലേട്ടൻ്റെ ആദ്യ സംവിധാന സംരംഭം. ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി സന്തോഷ് ശിവൻ. മ്യൂസിക് ചെയ്തിരിക്കുന്ന രണ്ടുപേരാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. രണ്ടുപേർ ചേർന്നാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. ലിഡിയൻ നാദസ്വരവും മാർക്ക് ആലിയനും ചേർന്നാണ് ഇതിനെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. ഏതായാലും ട്രെയിലർ കണ്ടപ്പോൾ നല്ല മനോഹരമായ വിഷ്വൽസ്, നല്ല മനോഹരമായ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളൊരു മേക്കിംഗാണ് ലാലേട്ടൻ ഇതിൽ ഒരുക്കിയിരിക്കുന്നത്. കുട്ടികളെ ടാർഗറ്റ് ചെയ്ത് എടുത്തിരിക്കുന്ന ചിത്രമാണെന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഏതായാലും വളരെ മനോഹരമായ വിഷ്വൽസും കാര്യങ്ങളും, വളരെ റിച്ച് ആയിട്ടുള്ള ഫ്രെയിംസും കാര്യങ്ങളും, നല്ല രീതിയിലുള്ള വിഷ്വൽസും, പ്രത്യേകിച്ച് ഒരു 3D അനുഭവം ഉറപ്പായിട്ടും കിട്ടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ച് ക്രിസ്മസ് വെക്കേഷൻ ടൈമാണ്. അപ്പോൾ കുട്ടികൾക്ക് കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ചിത്രമായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയം. കുട്ടികൾക്ക് മാത്രമല്ല, ഫാമിലി ഓഡിയൻസിനും മുതിർന്നവർക്കുമെല്ലാം ചിത്രം ഇഷ്ടപ്പെടട്ടെ. ലാലേട്ടൻ്റെ ആദ്യ സംവിധാന സംരംഭം വലിയ വിജയമാവട്ടെ എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ചും ആ ഡയലോഗ്സൊക്കെ നമ്മളെ വളരെയധികം ആകർഷിക്കുന്നു. ബറോസിൻ്റെ ആ ഒരു ഡയലോഗ്. ഏതായാലും ലാലേട്ടൻ്റെ ആദ്യത്തെ സംവിധാന സംരംഭം കാണാൻ ഓരോ മലയാളികളെന്ന രീതിയിൽ ഓരോ മലയാളിക്കും വളരെയധികം ആകാംക്ഷയുണ്ടെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരു ഫാൻ എന്ന രീതിയിൽ അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദ ബെസ്റ്റ് ലാലേട്ടൻ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും ടേക്ക് കെയർ, ബൈ.